ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഫേസ് യോഗനെ കുറിച്ചിട്ടാണ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുവെച്ചെങ്കിൽ ഫേസ് യോഗ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിലുള്ള ഫീച്ചേഴ്സിനെ എൻഹാൻസ് ചെയ്യിക്കാനുള്ള വളരെ എളുപ്പമുള്ള ഒരു നാച്ചുറൽ മെത്തേഡാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഏജ് കൂടി വരുന്ന സമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ ചില ആൾക്കാരുടെ കണ്ണിൻ്റെ ചുറ്റുമായിട്ട് ഡാർക്ക് സർക്കിൾ കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫോർഹെഡിൽ കുറച്ച് ലൈൻസ് കാണും. ഫോർഹെഡ് ലൈൻസ് എന്നാണ് പറയുക. ചിലർക്ക് അത് നമ്മുടെ രണ്ട് ഐബ്രോസിൻ്റെ ഇടയിൽ കാണും. അതിനെ ഫ്രോൺ ലൈൻസ് എന്നാണ് പറയുക. അതുപോലെ തന്നെ നമ്മുടെ രണ്ട് ചീക്കിലുണ്ടാകുന്ന കുറച്ചിങ്ങനെ ഒരു സാഗിങ് തടിപ്പ് പോലെ നമ്മുടെ കവിളിൽ വരിക. അതുപോലെ നമ്മുടെ നോസിൻ്റെ താഴെ ഇങ്ങനെ ഒരു ലൈൻസ് കാണാം. അതിന് പറയും നാസോലേബിയൽ ഫോൾഡ് എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചുണ്ടിൻ്റെ അടിയിൽ വരും ഒരു ലൈന്. അതിന് മേരിയോണൈറ്റ് ലൈൻ എന്ന് പറയുക. പിന്നെ മെയിനായിട്ട് നമുക്ക് ഉണ്ടാകുന്നത് ഈ ചീക്കിൻ്റെ ഭാഗത്താണ് നമുക്ക് ഡബിൾ ചിൻ വരില്ലേ, ഈ ഒരു കാര്യങ്ങൾ. ഇതൊക്കെയാണ് മെയിനായിട്ടും നമ്മുടെ ഫേസിൽ നമുക്കിങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാകുന്ന പ്രോബ്ലംസ്. അപ്പോൾ ഈ ഒരു ഇഷ്യൂസിനൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഫേസ് യോഗ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്കത് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫേസ് യോഗ എക്സസൈസ് ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം ഈ ഫേസ് യോഗ എക്സസൈസ് നമ്മൾ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ എല്ലാവരും ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഏതാണോ നിങ്ങൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ അത് നന്നായി നിങ്ങളുടെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏതൊരു എക്സസൈസും ചെയ്തു നോക്കാൻ പാടുള്ളൂ. അപ്പോൾ ഫസ്റ്റായിട്ട് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന എക്സസൈസ് വാട്ടർ വെച്ചിട്ടാണ്. ഇതിന് പറയാം നമ്മൾ വാട്ടർ ബലൂൺ പോസ് എന്നാണ്. വളരെ സിമ്പിളാണ്. നമ്മുടെ മൗത്തിൽ നിറച്ച് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മൾ കുറച്ച് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അത്രയേ ഉള്ളൂ ഈ എക്സസൈസ്. ഞാനിതിൻ്റെ ഡെമോ ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഈ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണടച്ച് പിടിക്കാം. അല്ല വെച്ചെങ്കിൽ നമുക്ക് ജസ്റ്റ് നിങ്ങളുടെ ഈ നമുക്ക് ജസ്റ്റ് ഈ റൂഫ് ടോപ്പിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് മേലേക്ക് നോക്കിയിട്ട് ഇങ്ങനെയും ചെയ്യാം. അത് ഏതാണ് നിങ്ങൾക്ക് പറ്റുന്നത് അതുപോലെ ചെയ്താൽ മതി. അപ്പം ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇപ്പം നമ്മൾ വാട്ടർ പോസ് ചെയ്തിട്ട് നമ്മൾ റൂഫ് ടോപ്പിലേക്കാണ് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൗണ്ടർ പോസായിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് ചിന്നായിട്ട് പോസ് ചെയ്തിട്ട് ഒരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. ഓക്കെ. ഇനി നമ്മൾ വാട്ടർ വെച്ചിട്ട് തന്നെ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ബലൂൺ പോസ് തന്നെ. അത് ചെയ്തിട്ട് നമ്മൾ ഈ ഫിംഗർ കൊണ്ട് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. നമ്മുടെ ഫേസ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്യുക. ഓക്കെ. ടാപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മേലേന്ന് താഴോട്ട് വരുന്ന രീതിയിലായിരിക്കണം ടാപ്പ് ചെയ്യേണ്ടത്. ഒരിക്കലും താഴേന്ന് ഇങ്ങനെ മേലെ പോകുന്ന രീതിയിലല്ല. ഓക്കെ. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ വായിൽ വെള്ളം ഫില്ല് ചെയ്യുക. അടുത്ത ചെയ്യാൻ പോകുന്നത് ഈ എയർ വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ വാട്ടർ നമ്മൾ നമ്മുടെ മുഖത്തിൽ ഫില്ല് ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് നമ്മൾ എയർ വെച്ചിട്ട് ചെയ്യുന്ന എക്സസൈസും. അപ്പോൾ വാട്ടറിന് പകരം നമ്മൾ എയർ നിറയ്ക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യുക. അത് ഒരു എക്സസൈസ് ആണ്. ഞാൻ രണ്ടും കൂടി ചേർത്തിട്ടാണ് പറയുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ എയർ പോസ് പിടിച്ചതിന് ശേഷം നമ്മുടെ
കൈകൊണ്ട് നമ്മുടെ ടെമ്പിൾ പോയിന്റ് ഉണ്ടാവുമല്ലോ, അവിടെ ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ ക്രോഫീറ്റ് ഉണ്ടാവും. കുറച്ച് ഏജ് ആകുമ്പോൾ ചില ആൾക്കാരുടെ കണ്ണിന് താഴെ ക്രോഫീറ്റും ഒരു ലൈന് പോലെ കാണാം. അത് റെഡ്യൂസ് ചെയ്യാൻ ഈ എക്സസൈസ് നല്ലതാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. നെക്സ്റ്റ് എക്സസൈസ് വരുന്നത് വൊവൽസ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വൊവൽസ് വെച്ച് ചെയ്യുന്ന എക്സസൈസിലൊക്കെ നമ്മൾ മാക്സിമം നമ്മുടെ ലിപ്പിനെ സ്ട്രെച്ച് ചെയ്യിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇതൊരു സെറ്റ് ഓഫ് എക്സസൈസ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒ എക്സ് വരുന്നുണ്ട്, ഒ ഇ വരുന്നുണ്ട്, ഒ യു വരുന്നുണ്ട്, അതുപോലെ തന്നെ എ ഇ ഐ ഒ യു. ഇതാണ് ഇതിൻ്റെ സെറ്റ് ഉള്ളത്. അപ്പൊ നമുക്കിത് ചെയ്യാൻ നോക്കാം. പിന്നെ ഒ യു പറയണ സമയത്ത് മാക്സിമം ഒ എന്ന് പറയുമ്പോൾ നമ്മുടെ മൗത്തിന്റെ ഷേപ്പ് ഒ കണ്ടില്ലേ? എൻ്റെ ജോ താഴേക്ക് കുറച്ച് വന്നിരിക്കുന്നത് ഒ എന്ന് പറയുമ്പോൾ അങ്ങനെ എല്ലാ സ്പെല്ലിങ്സ് നമ്മൾ പറയുമ്പോഴും മാക്സിമം നമുക്ക് വൈഡ് ആയിട്ടും സ്ട്രെച്ച് ചെയ്യിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഒ എക്സ് ചെയ്യാം. ഒ എക്സ്, ഒ എക്സ്, ഒ എക്സ്, ഒ എക്സ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒ യു ചെയ്യാം. ഒ യു, ഒ യു, ഒ യു, ഒ യു. അതിനുശേഷം നമുക്ക് ഒ വൈ ചെയ്യാം. ഒ വൈ, ഒ വൈ, ഒ വൈ. ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 5 or 6 കൗണ്ടൊക്കെ ചെയ്യാം. അതിനുശേഷം നമുക്ക് 5, 10 അങ്ങനെ അതിൻ്റെ എണ്ണം നമുക്ക് കുറച്ച് കൂട്ടി കൊണ്ടുവരാം. ഇനി നമുക്ക് എ ഇ ഐ ഒ യു ഇതൊക്കെ കൂടി ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. എ ഇ ഐ ഒ യു, എ ഇ ഐ ഒ യു. അങ്ങനെ. ഓക്കെ. ഇപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫേസ് യോഗയുടെ എക്സസൈസ് ആണ്. ഈ ഫേസ് യോഗ നമുക്ക് ഇത് ജസ്റ്റ് ഒരു വാമപ്പ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം ഇത് നമ്മുടെ ഓരോ ഫീച്ചേഴ്സും നമുക്ക് എൻഹാൻസ് ചെയ്യിപ്പിക്കാനായിട്ട് പല തരത്തിലുള്ള എക്സസൈസും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമ്മുടെ ഐക്ക്, നമ്മുടെ നോസ്, അതുപോലെ ലിപ്പിന്, ഈ ജോക്ക്, അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ മുഖത്തിന്റെ എല്ലാ ഫീച്ചേഴ്സിനും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് കുറേ എക്സസൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് കുറേ ടൂൾസ് ഉണ്ട്. ഘോഷ ഉപയോഗിച്ചിട്ടുള്ള എക്സസൈസ് ഉണ്ട്. അതുപോലെ റോളേഴ്സ് ഉണ്ട് നമുക്ക്. ഇത് മാത്രമല്ല നമ്മുടെ ഡീടോക്സ് കുറേ ജ്യൂസുകൾ നമുക്ക് ഉണ്ട്. അതുപോലെ കുറച്ച് ഫേസ് പാക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മസാജും ടെക്നിക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് കാര്യങ്ങളൊക്കെ കൂടി മിക്സ് ചെയ്തതാണ് നമ്മുടെ ഈ ഫേസ് യോഗ സെഷനിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഫേസ് യോഗനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണമെങ്കിലും അതുപോലെ ഫേസ് യോഗ സെഷൻസ് എൻ്റെ കൂടെ ഓൺലൈനിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിലും എന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് വഴിയൊക്കെ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. അപ്പം താങ്ക് യു.